ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. സലാം. പിന്നെ ഇച്ചപ്പല്ലേ? അതെ നിങ്ങള് കടുങ്ങല്ലൂരാ അല്ലേ? അതെ. ആ, ഞമ്മള് വിളയെന്ന് വിളിക്കുന്നത്. പിന്നെ കടുങ്ങല്ലൂര് മഹലിന്റെ സെക്രട്ടറി ഞങ്ങള്. ആ ആ ജയശേഖര. ആ സെക്രട്ടറി. പിന്നെ അപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു. നമ്മളെ ഈ പിന്നെ കടുങ്ങല്ലൂര് MP കടുങ്ങല്ലൂരിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാണ്ടേ. അപ്പൊ അതിന് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു, ഒരുപാട് ആ ഗ്രൂപ്പിലേ. ആ അപ്പോ അതിൽ വേറെ ഒന്ന് രണ്ട് ആൾക്കാർ കമന്റ് ഇങ്ങനെ വിട്ട് കണ്ടു. അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ കുറച്ച് ആളുകൾ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതും കണ്ടു. അപ്പോ പിന്നെ സെക്രട്ടറിന്റെ ഒരു നമ്പർ പറഞ്ഞാൽ കണ്ടപ്പോ ഞാൻ വിച്ചാപ്പൂനെ വിളിക്കാം. ഞാൻ ആദ്യമായിട്ട് വിളിക്കാം. വിച്ചാപ്പൂനെ ഞാൻ അറിയില്ല, പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ആരാണ് ഞാൻ വിളയെന്ന് എത്തിങ്ങാന്റെ താഴത്തുള്ള ആളാ. ഇപ്പൊ പേര്? ആ, വിളയിൽ എത്തിങ്ങാന്റെ താഴത്തുള്ള ആളാണ്. പേരെന്താ? എന്റെ പേര് കുഞ്ഞണ്ണ. കുഞ്ഞനോ? ആ. ആ അപ്പോ പിന്നെ നമ്മളെ യത്തീംഖാനയിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ പാലക്കാട് തങ്ങളെ പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും മറ്റേ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ ഈ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് MP കടുങ്ങല്ലൂരേ. ആ അതല്ലേ. ഇപ്പൊ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, അതിലൊക്കെ പിന്നെ MP ഉണ്ട്. MP കടുങ്ങല്ലൂരുണ്ട്. മൂപ്പരും ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മളിപ്പോ ഇത്രയും കാലം എത്തിങ്ങാനക്കും വേണ്ടിയൊക്കെ ബോധിച്ച് നമ്മളെ ആൾക്കാരൊന്നും ആരും ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് പോലും ഇപ്പൊ നടത്തുന്നത്. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിൽ ഇവിടെ പരിപാടിയിലൊക്കെ ഉണ്ടാകലുണ്ട്. അതുപോലെ ഇപ്പൊ റഷീദിയയിൽ ഇപ്പൊ ഒരു പരിപാടി ഇപ്പൊ അടുത്ത് കഴിഞ്ഞല്ലോ, അതിലൊക്കെ പിന്നെ അതിന് നേതൃത്വം കൊടുക്കാനും മറ്റേനൊക്കെ മൂപ്പരെ കണ്ടിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ വളരെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടപ്പോ ഇങ്ങനെ അപ്പൊ അതിന്റെ പേരിൽ വെറുതെ കളവ് പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇവരെ ഒരു പോസ്റ്റും ഒരു ഇതും കണ്ടു. അപ്പൊ അതുകൊണ്ട് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറഞ്ഞാണ്. സംഭവത്തിൽ നിങ്ങളുടെ മീറ്റിംഗ് കൂടിയാണ്ട് തന്നെയാണോ പുറത്താക്കി? അത് സംഭവം എന്താ വെച്ചാല് അങ്ങനത്തെ റിപ്പോർട്ടുകളും അതേമാതിരി പല സ്ഥലത്തുനിന്നും പിന്നെ ആ വിവരങ്ങൾ വെച്ചാണ്ട് കമ്മിറ്റി കത്ത് കിട്ടിയിരുന്നു. അപ്പൊ മുപ്പരോട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം നമ്മളെ പള്ളിന്റെ മേൽക്കാതി പാലക്കാട് സാധിക്കൽ ഞങ്ങളാണ്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോ ഈ കടുങ്ങല്ലൂർ പള്ളി നമ്മളെ ഇപ്പൊ ഞാൻ ഒരു ലീഗാരനാട്ടോ പാതിരിക്കാനെ സംസാരിക്കണേ. നമ്മള് ജനറൽ സെക്രട്ടറിയാണ്. അപ്പം ആ പള്ളി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സാധാരണ മഹല്ല് ഖിദ്മത്തുൽ ഇസ്ലാം സംഘം എന്ന് പറഞ്ഞ ഒരു സംഘമാണ് നമ്മുടെ പള്ളി. അതിൽ എല്ലാരും ഉണ്ട്. എല്ലാരും പറഞ്ഞാല് ഇപ്പൊ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ്. അത് കടുങ്ങല്ലൂരത്തെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിലെല്ലാം പെടില്ലേ, മുസ്ലിം മുജാഹിദും APക്കൊക്കെ ഓൾറെഡി അതിലുള്ളതാണ്. പക്ഷെ കമ്മിറ്റിയായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് പിന്നെ APക്കാര് വേറെ കമ്മിറ്റി ഉണ്ടാക്കി മാലുണ്ടാക്കി വേറെ പോയിട്ടുണ്ട്. എന്നാലും നമ്മളെ രീതിയിൽ മുന്നോട്ട് പോകണത് പരിസംഖ്യയും മറ്റു മുസ്ലിം കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാവിനെ നമ്മൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കിപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഭികാമ്യമല്ലല്ലോ. അപ്പം വ്യക്തിപരമായിട്ട് നമുക്ക് അവരോട് യാതൊരു എതിർപ്പില്ല. നമ്മൾ അന്ധക്കാരനാണ്, നമ്മളെ അയൽവാസികളൊക്കെ ശരിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംഘടന ഉണ്ടാക്കാൻ പ്രവർത്തിച്ച ആ വ്യക്തികളുടെ ഒരാളാണ്. ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോ മുമ്പേ പരിപാടിയിൽ വേളയിലൊക്കെ പരിപാടിക്കൊക്കെ വരുന്നതാണ്. പക്ഷെ ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ സംഘടന എന്ന് മാത്രമല്ല, നമുക്ക് നമ്മൾ ഒരു ജഡ്ജസ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ്. അപ്പം വ്യക്തിപരമായിട്ട് അതാണ് ആ വിഷയം. പക്ഷെ നമ്മളൊരു മഹല്ലടിസ്ഥാനത്തൊരു വിഷയം വരുമ്പം പിന്നെ അതൊരു വ്യക്തി തീരുമാനിക്കണമല്ലോ, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനങ്ങളാണല്ലോ. അപ്പൊ ആ തീരുമാനത്തിന് അത് പാണക്കാട് തങ്ങളെ അംഗീകരിക്കാത്ത ഒരാളാണ് എങ്കിൽ നമ്മൾ ഈ മഹല്ലിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ സീറ്റിൽ ഇരിക്കുന്ന യോഗ്യനല്ല എന്നുള്ള അയാൾ അറിയിച്ചു. കമ്മിറ്റി യോഗം കൂടിയാണ്ട് അങ്ങനെ അറിയിച്ചു അല്ലേ? അയാൾ അറിയിച്ചപ്പം അയാൾ എന്ത് ചെയ്തു, അയാൾ ഒഫീഷ്യലായിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ഒരിക്കലും. അപ്പൊ അയാൾ മാറി നിൽക്കാന്ന് അയാൾ തീരുമാനം അയാൾ മാറി നിന്നോളം ആൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് കൂടി അയച്ച് കണ്ടതിനെ തീരുമാനിച്ചു. എന്നാൽ എന്ത് ചെയ്യാം, ആളെ മാറ്റി നിർത്തുക. എന്നിട്ട് സ്വാഭാവികമായിട്ട് നല്ല പ്രോട്ടോകോൾ വൈസ് പ്രസിഡന്റ് വെച്ചാല് ഒരു പ്രസിഡന്റ് ആവുന്നതാണ്. അപ്പൊ നമ്മളെ റഫീഖ് ഹുദവി വേറെ ആളെ വെച്ചോ? വെച്ചു. എന്താ പേര്? റഫീഖ് ഹുദവി അറിയും. ഹുദവിയാ? ഹുദവിയാണ്. അപ്പൊ അപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്ന അയാളെ പ്രസിഡന്റ് ആക്കി. അപ്പൊ അതിന് പകരം വേറെ വൈസ് പ്രസിഡന്റ് നമ്മളെ മദ്രസിന്റെ പ്രസിഡന്റ്. അപ്പൊ ഈ പറയുന്നതിന്റെ സത്യാവസ്ഥ തന്നെയാണ്, അല്ലാതെ അങ്ങനെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ കളവ് തന്നെയാണ്. അപ്പൊ ഉറപ്പില്ല. ഇതെന്താ വിഷയം നമ്മൾ പറയുന്നത്? കാരണം ഇതാണ്, നമ്മളിപ്പോ ഒരു വ്യക്തിപരമായിട്ട് ആൾ കുറിച്ചടിച്ച കേസല്ല. നമ്മളെ നിയമവിരുദ്ധമായിട്ട് നമ്മളെ മഹലിന്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകും.
അതിന് വിഘ്നമായ രീതിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ സ്ഥാനത്തേക്ക് ഇരിക്കാൻ യോഗ്യത അല്ല, അത്രേ ഉള്ളൂ. അതാണ് രീതി മാറ്റി നിർത്തി. പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം മാറ്റി നിർത്തിയിട്ടുണ്ട്. വേറെ അയാളെ രീതി പോയിക്കോട്ടെ, അയാളെ രാഷ്ട്രീയമുള്ള കേസല്ലല്ലോ. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അതിൽ നമ്മൾ മാന്യമായ രീതി തന്നെ അയാളോട് കാര്യം സംസാരിച്ചു. അയാൾ സ്വമേധ അയാൾ പറഞ്ഞു ഞാൻ മാറി നിൽക്കാന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടി ഐക്യ കണ്ടതിനെ തീരുമാനിച്ചു മാറ്റി നിർത്താൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ വാട്സപ്പിൽ 4 മെമ്പറുണ്ടല്ലോ, വേറെ ടീമുണ്ടല്ലോ ഇവിടെ, ഷജറാന്ന ടീം. ആ ടീം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയുന്നുണ്ടാവും. അന്നിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇഷ്ടമില്ല.